ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടതു വലത്ത് മുന്നണികൾ വനിതാ സംവരണ ബിൽ അട്ടിമറിച്ചെന്ന് ആരോപിച്ച് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. പലിശയുടെ ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ കൂട്ടായ ശ്രമം അനിവാര്യമെന്ന് കോഴിക്കോട് മുഖ്യ ഖാസി മുഹമ്മദ് കോയ ജമലുൽ ലൈലി. കടൽമാർഗം സഞ്ചരിച്ച് ലോകത്തെ തന്നെ ചലിപ്പിച്ചവരാണ് അറബികളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വടകര എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് NBA അംഗീകാരം ലഭിച്ചതായി കോളേജ് അധികൃതർ. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇടത് വലത്ത് മുന്നണികൾ വനിതാ സംവരണ ബിൽ അട്ടിമറിച്ചെന്നാരോപിച്ച് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, വനിതകൾക്ക് ഭരണരംഗത്ത് 33% സംവരണം അനുവദിക്കുന്ന ഭരണഘടനാ ബില്ലിനെതിരെ വോട്ട് ചെയ്ത് സ്വന്തം പാർട്ടിയെയും രാജ്യത്തെയും വനിതകളെ വഞ്ചിച്ച ഇടത് വലതു മുന്നണികൾ ഈ രാജ്യത്തിന് അപമാനമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ മോർച്ച കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്ത്രീ ശക്തി റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായി കടന്നുവരുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ വനിതകളുടെ ശാക്തീകരണത്തെ തകർത്ത പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളതെന്ന് BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ. വനിതാ സംവരണ ബിൽ അട്ടിമറിച്ചുവെന്നാരോപിച്ച് മുന്നണികൾക്കെതിരെ മഹിളാ മോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റി നടത്തിയ വനിതാ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് വിന്ധ്യ സുനിൽ അധ്യക്ഷത വഹിച്ചു. BJP മഹിളാ മോർച്ച നേതാക്കളായ ശ്രീജ C നായർ, രമ്യ മുരളി, രാജേശ്വരി, അജയ് ലാൽ, ഉഷ പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് കോർപ്പറേഷൻ കൗൺസിലർമാരായ വിനീത സജീവ്, ബിന്ദു ഉദയകുമാർ, ഇന്ദിര കൃഷ്ണൻ, സരിത പറയേരി, ജിഷ ശബരീഷ്, പഞ്ചായത്ത് അംഗം അനിത ഏറങ്ങാട്ട്, P രമണിബായ്, ജയ സദാനന്ദൻ, സോമിത ശശികുമാർ, AK സുപ്രിയ, ലീന ദിനേശ്, അനുരാധ തായാട്ട്, ചാന്ദിനി ഹരിദാസ് എന്നിവരും മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റുമാരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പലിശയുടെ ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ കൂട്ടായ ശ്രമം അനിവാര്യമെന്ന് കോഴിക്കോട് മുഖ്യ ഖാസി മുഹമ്മദ് കോയ ജമലുൽ ലൈലി. CSCO അഭയം പദ്ധതിയിൽ 25ാമത് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് ബീച്ച് കസ്റ്റംസ് റോഡിൽ സാഹിബ് പറമ്പിൽ നിരാലംബയായ വീട്ടമ്മയ്ക്കാണ് CSCO അഭയം പദ്ധതിയിലെ 25ാമത് വീടിന്റെ തറക്കല്ലിടൽ നിർവഹിക്കുന്നത്. കോഴിക്കോട് മുഖ്യ ഖാസി മുഹമ്മദ് കോയ ജമലുൽ ലൈലി കർമ്മം നിർവഹിച്ചു. പലിശയുടെ ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ കൂട്ടായ ശ്രമം അനിവാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പലിശ സംവിധാനം എത്രത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു പരിധിവരെ ആളുകൾക്ക് സംരക്ഷണം നൽകാൻ നമ്മൾ സാധിക്കുമെന്നുള്ളതാണ്. അതിലകപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലരും അതിൻ്റെ ഉപയോഗപ്പെടുത്തുന്നു, മറ്റുള്ള ആളുകളാണ് അത് വാങ്ങി പോകുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നാമൊക്കെ ചെയ്യേണ്ടവരാണ്. തീർച്ചയായും CSCOയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ 70 വർഷത്തിനിടയിൽ CSCO ചെയ്ത പ്രവർത്തനങ്ങൾ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ്. CSCO പ്രസിഡന്റ് CBV സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളാണ്.
ആ വീടിനുള്ള സ്വപ്നം ഒരു 1.5 വർഷം കൊണ്ടിട്ട് 25 വീടുകൾ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് വലിയ ഒരു സത്യം നാം ഇവിടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റുമാരായ SM സാലിഹ്, K നൌഷാദ് അലി, സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, PT മുഹമ്മദ് അലി, ആദം ഖാദിരിയകം, അഡ്വക്കേറ്റ് PN റഷീദ് അലി, പാലക്കണ്ടി മൊയ്തീൻ കോയ, PM മെഹബൂബ് തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കടൽ മാർഗം സഞ്ചരിച്ച് ലോകത്തെ തന്നെ ചലിപ്പിച്ചവരാണ് അറബികളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഷെയ്ഖ് ഇബ്നു ബാസ് അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാദിഖ് അലി തങ്ങൾ. അറബിക് ലിറ്ററേച്ചർ റിസർച്ച് ഫൗണ്ടേഷൻ വാർഷികം ഉദ്ഘാടനവും അറബിക് പണ്ഡിതൻ P മുഹിയുദ്ദീൻ മദനിക്ക് ഷെയ്ഖ് ഇബ്നു ബാസ് അവാർഡ് സമർപ്പണവും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അമേരിക്കയും ഒക്കെ തന്നെ വീർപ്പൂട്ടുന്നത് ഒരു ചെറിയൊരു കടലിടുക്കിന്റെ കാര്യത്തിലൂടെയാണ്. അവർക്ക് പോലും ഇത്രയൊക്കെ വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ട്രംപിന് പോലും ഹോർമുസ് കടലിടുക്ക് വലിയൊരു ഇടുക്കായിട്ട് തോന്നുകയാണ്. അപ്പൊ സമുദ്രസഞ്ചാരം അത്ര നിർണായകമാണ് എന്നുള്ളതാണ്. ആ നിർണായകമായ സമുദ്ര ചാലുകളിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും എത്തിച്ചേർന്നിട്ടുള്ളവരാണ് അറബികൾ എന്നുള്ളത്. ആ അറബികളുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവും അതുപോലെ തന്നെ ആ അറബികൾ ലോകത്തെ തന്നെ ചലിപ്പിച്ചു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. അപ്പൊ അറബ് സമൂഹവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് മലബാറികൾക്ക് നേരത്തെ സാധിച്ചു. ബിൻ ബത്തൂത്തയുടെയൊക്കെ സഞ്ചാരം, അതിലൊക്കെ കോഴിക്കോട് വലിയ പ്രാധാന്യമായി കോഴിക്കോടിന് ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രഗതികളിലുള്ള സഞ്ചാര കൃതികളിലൂടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി അധ്യക്ഷത വഹിച്ചു. നിയാസ് പുളിക്കലകത്ത് ഉപഹാരം സമ്മാനിച്ചു. ME കുഞ്ഞാമു പൊന്നാടി അണിയിച്ചു. ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. TP ചെറൂപ്പ, മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ മാഞ്ചേരി, ഫാറൂഖ് കോളേജ് അറബിക് വിഭാഗം മേധാവി ഡോക്ടർ യൂനുസ് സലീം, ജാമിയ നദ്വിയ അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി, MSS ജനറൽ സെക്രട്ടറി P മുഹമ്മദ് കോയ, ഡോക്ടർ സുൽഫിക്കർ, ആറ്റക്കോയ പള്ളിക്കണ്ടി, റഷീദ് PC പാലം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വടകര എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് NBA അംഗീകാരം ലഭിച്ചതായി കോളേജ് അധികൃതർ. EC വിഭാഗത്തിന്റെ ഗുണമേന്മയും നിലവാരവും ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടതിന്റെ തെളിവാണ് ഈ നേട്ടമെന്ന് അവർ പറഞ്ഞു. കോളേജിൽ 5 വിഭാഗങ്ങളിലായി BTech കോഴ്സുകളുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, കൂടാതെ PG പ്രോഗ്രാമായ MCയും. ഇതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ് ഇപ്പോൾ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ജനുവരി 21, 22, 23 3 ദിവസങ്ങളിലായി നടത്തിയ 3 അംഗ ടെക്നിക്കൽ എക്സ്പേർട്ട് വിസിറ്റിംഗ് ടീം വിശദമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ, ലബോറട്ടറി ഫെസിലിറ്റീസ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, കുട്ടികളുടെ റിസൾട്ട്സ്, അവരുടെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ വിവിധങ്ങളായ എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 2028 വരെ NBA അക്രഡിറ്റേഷൻ നൽകിയത്.
ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഫണ്ടിന്റെ പിന്തുണയോടെ മെച്ചപ്പെട്ട ലാബ് സൗകര്യങ്ങൾ, യന്ത്ര ലാബ് മുഖേന ലഭിക്കുന്ന പ്രായോഗിക പരിശീലനം, ഫിനിറ്റി ഇന്റലിജൻസ് പോലുള്ള സ്റ്റാർട്ടപ്പുകൾ വഴി വരുന്ന സംരംഭകത്വ സംസ്കാരം, ടെക്കൗറ പ്രോജക്ട് എക്സ്പോ പോലുള്ള വേദികളിലൂടെ പ്രകടമാക്കുന്ന വിദ്യാർത്ഥികളുടെ കഴിവുകൾ ഇവയെല്ലാം ചേർന്നാണ് ഈ വിഭാഗത്തെ സമഗ്ര സാങ്കേതിക പഠന കേന്ദ്രമാക്കി മാറ്റിയതെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയിലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം നേടിയ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം സാധാരണ അക്കാഡമിക് നേട്ടം എന്നതിലുപരി വർഷങ്ങളായുള്ള പ്രതിബദ്ധതയുടെയും നിരന്തരമായ പരിശ്രമത്തിന്റെയും ഫലമാണെന്നും വിദ്യാഭ്യാസം, ഗവേഷണം, നവീകരണം എന്നിവ സമന്വയിപ്പിച്ച് എങ്ങനെ ഒരു മികവിന്റെ കേന്ദ്രം രൂപപ്പെടുത്താമെന്നതിന് മികച്ച മാതൃകയാണിതെന്നും കോളേജ് അധികൃതർ വിശദീകരിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പൊട്ടക്കുളത്ത്, വകുപ്പ് മേധാവി ഡോക്ടർ CK സ്മിത, NBA കോർഡിനേറ്റർമാരായ നിതിൻ ടി, രാഗി RG, സീനിയർ ഫാക്കൽറ്റി ലാൽജി സിറിയക്, സ്റ്റാർട്ടപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ റോഷിത് K എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലവ്ലി ഫ്രണ്ട്സ് കല്ലായി വാർഷിക കുടുംബ സംഗമം സ്നേഹ സംഗമമായി ആഘോഷിച്ചു. മുതിർന്ന അംഗം ഫിലോമിന ഫെർണാണ്ടസ് ദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സന്നദ്ധ സേവന ജീവകാരുണ്യ മേഖലയിൽ കഴിഞ്ഞ 40 വർഷക്കാലമായി കല്ലായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ലവ്ലി ഫ്രണ്ട്സ് വാർഷിക കുടുംബ സംഗമം മോഡേൺ ബസാർ ഫുഡ് പാലസിൽ നടന്നു. മുതിർന്ന അംഗം ഫിലോമിന ഫെർണാണ്ടസ് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ലവ്ലി ഫ്രണ്ട്സ് പ്രസിഡന്റ് അരുൺകുമാർ നമ്പയിൽ അധ്യക്ഷനായിരുന്നു. നമ്മൾ 40 വർഷം മുന്നേ നമ്മൾ ക്ലബ്ബ് ഉണ്ടായ സമയത്ത് നമ്മളുണ്ടായ പ്രയാസങ്ങൾ, ഈ പ്രയാസങ്ങൾ എല്ലാ കൊല്ലവും പറയുന്നതാണ്. ഈ കൊല്ലം ഞാൻ കമ്മിറ്റി പറഞ്ഞത് അവരുടെ പറഞ്ഞുകൊടുക്കുമ്പോഴേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പുറത്തേക്ക്, കാരണം ഒരു ബോർഡ് വാങ്ങാൻ പോലും ക്യാഷില്ലാത്ത കാലഘട്ടത്തിൽ ഒരു 60% ആളുകൾക്ക് ജോലിയില്ല. പഠിക്കുന്ന കാലഘട്ടം 5-6 ആളുകൾ മാത്രമാണ് ജോലി പറഞ്ഞുകൊണ്ട് പോകുന്നത്. അവരുടെ എല്ലാവരുടെയും സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലബ്ബ് നിലനിന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മ പുതുക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സെക്രട്ടറി ബൈജു KP, ജോയിന്റ് സെക്രട്ടറി അനൂപ് താഴത്തയിൽ, ട്രഷറർ സോജു ചെഞ്ചേരി, വൈസ് പ്രസിഡന്റ് ഷിനൻ KK, വനിതാ വിഭാഗം പ്രസിഡന്റ് മിലി ബൈജു, സെക്രട്ടറി പ്രിയ ഷിനൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിലും സ്കൂൾ അത്ലറ്റിക് മീറ്റിലും മികവ് തെളിയിച്ച N അനന്യയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 63ാമത് കേരള സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് മെയ് 3 മുതൽ 6 വരെ കോഴിക്കോട് നടക്കും. HS ഡേവിഡ് മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയാണ് ടൂർണമെന്റ്. ഉദ്ഘാടനം മേയർ O സദാശിവൻ നിർവഹിക്കും. 63ാമത് കേരള സംസ്ഥാന സീനിയർ ചെസ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോഴിക്കോട് വരികയാണ്. ചെസ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന യുവജനോത്സവം പോലെ തന്നെ മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ കളിക്കാരും പങ്കെടുത്ത് ആഘോഷമാക്കുന്ന ഒരു മത്സരമാണ് സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ്. കോഴിക്കോട് കോവൂരിനടുത്തുള്ള റൂട്ട്സ് ആൻഡ് റൂട്ട്സ് ചെസ് അക്കാദമിയിൽ വെച്ചാണ് ചെസ് മത്സരം നടത്തുന്നത്. ചെസ് മത്സരത്തിൻ്റെ പ്രത്യേകത, പഴയ ഒരു ജൂനിയർ താരം, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ HS ഡേവിഡ് മെമ്മോറിയൽ ട്രോഫി, അദ്ദേഹമാണ് അതിൻ്റെ 1ാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ട്രോഫി. ഇതിൽ പങ്കെടുക്കുന്ന 1 മുതൽ 4 വരെ സ്ഥാനം നേടുന്നവരാണ് കേരളത്തെ റെപ്രസെന്റ് ചെയ്തിട്ട് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുക. 300ഓളം കളിക്കാർ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ഫെഡറേറ്റഡ് മത്സരത്തിൽ 1 മുതൽ 4 വരെ സ്ഥാനം നേടുന്നവരായിരിക്കും ദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത്. റേറ്റിംഗ് ഇല്ലാതെ ചെസ് താരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഫിഡെ റേറ്റിംഗ് നടത്തുവാനും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിലൂടെ അവസരം ലഭിക്കും. കോഴിക്കോട് ജില്ലാ ചെസ് അസോസിയേഷനും റൂക്ക് ആൻഡ് റൂട്ട്സ് ചെസ് അക്കാദമിയും ചാണക്യ ചെസ് അക്കാദമിയും സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മെയ് 3 കോഴിക്കോട് മേയർ O സദാശിവൻ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ MC മനോജ്, കൺവീനർ ദിനേശ് ബാബു,
ചെസ് അസോസിയേഷൻ കേരള പ്രസിഡന്റ് കുഞ്ഞി മൊയ്തീൻ, ജില്ലാ സെക്രട്ടറി KV വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എരഞ്ഞിപ്പാലം വാഴത്തിരുത്തി റെസിഡൻസ് അസോസിയേഷൻ വാർഷികം ആഘോഷിച്ചു. വാർഡ് കൗൺസിലർ വിനീത സജീവ് ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികൾ അരങ്ങേറി. വിപുലമായ പരിപാടികളോടെയാണ് എരഞ്ഞിപ്പാലം വാഴത്തിരുത്തി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷങ്ങൾ നടന്നത്. വാഴത്തിരുത്തി പരിസരത്ത് നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലറും കോർപ്പറേഷൻ നികുതി അപ്പീൽ കാര്യ കമ്മിറ്റി ചെയർപേഴ്സണുമായ വിനീത സജീവ് നിർവഹിച്ചു. നാളെ തന്നെ ആരോടോ കുറെ കാര്യങ്ങൾ ഈ ലഹരി മാഫിയയുടെ എതിരെയുള്ള സംസാരങ്ങളിലൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികളൊന്നും വീട്ടിൽ പോണില്ല, അവർക്കൊക്കെ എന്താ വീട്ടിൽ പോയല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തടിച്ച പോലെ ആയിപ്പോ എന്റെ മറുപടി. ഞാൻ പറഞ്ഞു അതിന് നമ്മളെ പറഞ്ഞാൽ മതി, പാരന്റ്സിനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടികൾക്ക് തിരിച്ചു വരാൻ തോന്നുന്ന ഇടങ്ങളായിട്ട് വീടുകൾ മാറണം എന്നുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പുറത്തിരുന്നു എന്ന് വരും. വീട്ടിൽ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ കുട്ടികൾ പുറത്തു പോയി എന്ന് വരും ചിലപ്പം. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ സംഗമങ്ങളുടെ ഇങ്ങനത്തെ മീറ്റിംഗ്സിന്റെ ആവശ്യം, ഇമ്പോർട്ടൻസ് വളരെ ഏറെ നമ്മൾ ഓർത്ത് ചെയ്യേണ്ട കാര്യം. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രശസ്തി തെളിയിച്ചവരെ ആദരിച്ചു. 2017 നോൺ ഫീച്ചർ ഫിലിമിൽ ഏറ്റവും നല്ല മലയാളം സിനിമ ഐ ടെസ്റ്റിന് സിനിമോട്ടോഗ്രാഫി നാഷണൽ അവാർഡ് നേടിയ അപ്പു പ്രഭാകർ, കോഴിക്കോട് നടന്ന ഓപ്പൺ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 100 ടണ്ണേജ് ഗേൾസ് ഫൈനലിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഭദ്ര ദിലീപ് നാരായണൻ, പ്രശസ്ത നാടക കലാകാരനായ K വാസുദേവൻ എന്നിവരെയാണ് ആദരിച്ചത്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KP സതീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് കൗൺസിലർ MN പ്രവീൺ, EPRC പ്രസിഡന്റ് PJ മാത്യൂസ്, കുണ്ടൂർ പ്രകാശ്, റെസിഡൻസ് സെക്രട്ടറി PM ജീജാബായി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് റെസിഡൻസിയിലെ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റെഡ് യങ്സ് കലാ സാംസ്കാരിക വേദി വെള്ളിമാട് കുന്നിന്റെ കുട്ടികളുടെ നാടക കളരി മഞ്ചാടി കുരുവിന്റെ 12ാമത് സീസൺ ആരംഭിച്ചു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 70 പേരാണ് ക്യാമ്പിൽ ഉള്ളത്. വെള്ളിമാട് കുന്നിൽ വനിതാ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ കുട്ടികളുടെ യുദ്ധവിരുദ്ധ റാലി നടന്നു. യുദ്ധവിരുദ്ധ പ്രതിജ്ഞ സാംസ്കാരിക പ്രവർത്തകനായ കുഞ്ഞാപ്പ ചൊല്ലിക്കൊടുത്തു. സിനിമാ താരം ഇർഷാദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടുകൂടുമ്പോൾ നിറഞ്ഞൊഴുകുന്നത് സ്നേഹമാണ്, അത് പകർന്നു വരുന്നത് വല്ലാത്തൊരു ഊർജം. നമ്മളിങ്ങനെ കൂട്ടുകൂടുമ്പോണ്ടല്ലോ, നമ്മള് ഫ്രണ്ട്സിനെ കാണുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ നാടകം മാത്രമല്ല നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. നമ്മൾ അതൊക്കെ ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂട്ടുകൂടുമ്പോൾ നമുക്കിടയിൽ ഉണ്ടാവുന്ന ഒരു സ്നേഹമുണ്ട്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ, ഭയങ്കര എനർജി ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾ ഇത്രയും വെയിലത്ത് 40 ഡിഗ്രിയുടെ അടുത്ത് വെയിൽ കൊണ്ടിട്ടും നിങ്ങൾ രാവിലെ മുതൽ ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് ഓരോ പരിപാടികളും പങ്കെടുത്തിട്ടും നിങ്ങൾക്കുള്ള ഈ എനർജി കിട്ടുന്നതിന്റെ കാര്യം എന്താ? നിങ്ങൾ ഈ സ്നേഹം പങ്കിടുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ പരസ്പരം വലിയ സ്നേഹം പങ്കിടുന്നു. ആ സ്നേഹം പങ്കിടാനാണ് ശരിക്കും പറഞ്ഞ് ഇത്തരം ക്യാമ്പ്. അല്ലെങ്കിൽ ഈ അവധിക്കാലത്ത് 2 മാതാപിതാക്കളെ ഈ 2 മാസം കുട്ടികളുടെ ശല്യം എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതിന്റെ പേരിലാണ്. പ്രസിദ്ധ നാടക രചയിതാവും സംവിധായകനുമായ മനോജ് നാരായണനാണ് നാടകക്കളരി മഞ്ചാടി കുരുവിന്റെ ക്യാമ്പ് ഡയറക്ടർ. ഉദ്ഘാടന ചടങ്ങിൽ
ദീപ്തി വിപിൻ അധ്യക്ഷയായിരുന്നു. സിനിമാ നടനും നിർമ്മാതാവുമായ പ്രകാശ് ബാരെ മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ നാടക നടി പ്രിയ ശ്രീജിത്ത്, ആതിര മുരളീധരൻ, ബൈജു മേരിക്കുന്ന്, വിപിൻ പൂളക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് മെയ് 3 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിൽ എത്തുന്നവർക്ക് പുതിയ അനുഭവവും കാഴ്ചയും ഒരുക്കി റെയിൻബോ മാനാഞ്ചിറ ഫെസ്റ്റ് ഒരുങ്ങി. ടൗൺ ഹാളിന് എതിർവശത്താണ് ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി FC ഇവന്റ്സ് സംഘടിപ്പിക്കുന്ന റെയിൻബോ മാനാഞ്ചിറ ഫെസ്റ്റ് കോഴിക്കോട് ടൗൺ ഹാളിന് സമീപം ആരംഭിച്ചു. വാട്ടർഫാൾസ്, വർണ്ണ മത്സ്യങ്ങളുടെ ഭീമൻ അക്വേറിയം, ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഷോ, പ്രേത ബംഗ്ലാവ്, പുസ്തകമേള, ഫുഡ് കോർട്ട്, സെൽഫി കോർണറുകൾ എന്നിവയാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ദിവസേന വൈകിട്ട് 4 മണിക്ക് പ്രദർശനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതു വലത്ത് മുന്നണികൾ വനിതാ സംവരണ ബിൽ അട്ടിമറിച്ചെന്നാരോപിച്ച് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. പലിശയുടെ ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ കൂട്ടായ ശ്രമം അനിവാര്യമെന്ന് കോഴിക്കോട് മുഖ്യ ഖാസി മുഹമ്മദ് കോയ ജമലുല്ലൈലി. കടൽമാർഗം സഞ്ചരിച്ച് ലോകത്തെ തന്നെ ചലിപ്പിച്ചവരാണ് അറബികളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വടകര എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് NBA അംഗീകാരം ലഭിച്ചതായി കോളേജ് അധികൃതർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.